അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. കേരളം പിടിക്കാൻ നരേന്ദ്രമോദിയെ തന്നെ അവർ ഇറക്കുന്നത് വിജയിക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ്. തൃശൂർ എടുക്കാൻ വന്ന മോദി ഇതാ ഇനിയും കേരളത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ 3 തവണ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ജനുവരിയിൽ 1 തവണയും ഫെബ്രുവരിയിൽ 2 തവണയും കൂടി മോദി എത്തും. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ദേശീയപാത, കൊച്ചി മെട്രോ എന്നിവയുമായി ബന്ധപ്പെട്ട് 3 പരിപാടികളിലാവും അദ്ദേഹം പങ്കെടുക്കുകയെന്നാണ് BJP പറയുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മഹിളാ സമ്മേളനവും വലിയ വിജയമാണെന്നാണ് BJP സ്വയം വിലയിരുത്തുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നത്. തൃശൂരിലെത്തിയത് പാർട്ടി പരിപാടിക്കാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സന്ദർശനമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. തൃശൂരിലെ പരിപാടി പാർട്ടി അണികളുടെ ആത്മവീര്യം വർദ്ധിപ്പിച്ചതായി BJP വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക MLAയെ നഷ്ടമായ BJP ഇത്തവണ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ്. വമ്പൻ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാർട്ടി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂരിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. വനിതകളെ ഫോക്കസ് ചെയ്തായിരുന്നു മോദിയുടെ ആദ്യ വരവ്. സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിലാണ് മോദി കേരളത്തിൽ പുതിയ പദ്ധതിയുടെ ഭാഗമായി എത്തിയത്. ഈ വരവിൽ സ്ത്രീകൾക്കു വേണ്ടി ശബ്ദിച്ചിട്ടുള്ള, ഇടപെടൽ നടത്തിയ ഒരേയൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും എല്ലാ മേഖലയിലെയും സ്ത്രീകളെ മോദി കൈപ്പിടിച്ച് ഉയർത്തുകയാണെന്നുമാണ് K. സുരേന്ദ്രൻ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്. ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണി, നടി ശോഭന, സാമൂഹിക പ്രവർത്തക ഉമാ പ്രേമൻ, വ്യവസായി ബീന കണ്ണൻ, പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശാമ ഐപ്പ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, പ്രകാശ് ജാവദേക്കർ, രാധാമോഹൻ അഗർവാൾ, AP അബ്ദുള്ളക്കുട്ടി, സുരേഷ് ഗോപി, ടോം വടക്കൻ, അനിൽ ആന്റണി, BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മോദി പൊയ്ക്കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചാണകവെള്ളം തളിക്കൽ പ്രതിഷേധവും അരങ്ങേറി. ഇതിന് കടുപ്പമേറിയ മറുപടിയായിരുന്നു BJP നൽകിയത്. പിന്നീട് സംഘർഷാവസ്ഥയിലാണ് എല്ലാം അവസാനിച്ചത്. എന്തൊക്കെ വന്നാലും കേരളത്തിൽ താമര വിരിയാൻ സമ്മതിക്കില്ലെന്ന ഉറച്ച വാശിയിലാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ.